ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കുറുപ്പിന്റെ സ്വത്തുക്കളൊന്നും കുറുപ്പിന്റെ മക്കൾ അനുഭവിക്കാൻ പോകുന്നില്ല, അനുവദിക്കില്ല. കുറുപ്പിന്റെ എല്ലാ സ്വത്തുക്കളും അനുഭവിക്കേണ്ടത് എന്റെ മക്കളാ. ആ ലക്ഷ്യം ഈ ആനന്ദവല്ലി നേടിയിരിക്കും. പഴയ കാര്യങ്ങൾ ഓർത്തിട്ടും കണ്ണീരൊഴുക്കിയിട്ടും ഒരു കാര്യമില്ല മാധവേട്ട. പുരാണത്തിൽ മാധവേട്ടൻ വായിച്ചിട്ടില്ലേ? പക്ഷികളൊക്കെ പല വഴിക്ക് നിന്നും പറന്നു വന്ന് ഒരു വൃക്ഷത്തിൽ വിശ്രമിക്കുന്നു. കുറച്ചു കഴിയുമ്പോ അവരവരുടേതായ വഴിക്ക് പറന്നു പോകുന്നു. അതോർത്ത് പക്ഷികളൊന്നും ദുഃഖിക്കാറില്ല. അതുപോലെ ആയില്ലേ നമ്മുടെ ജീവിതവും? ശരിയാ. മക്കളാകുന്ന പക്ഷികള് കുടുംബമാകുന്ന വൃക്ഷത്തിൽ കുറെ നേരം വിശ്രമിക്കും. അത് കഴിഞ്ഞ് അവര് പറന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അതിൽ ദുഃഖിച്ചിട്ട് കാര്യമില്ല. അവരവരുടെ വഴിക്ക് പറന്നു പോയിക്കോട്ടെ. എല്ലാവരും കല്യാണം കഴിഞ്ഞ് വരുമ്പോ അവര് മാത്രമായിരിക്കും. പിന്നീട് കുട്ടികളായി വലുതായി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളൊക്കെ ആകുമ്പോ ഒരു മാറി താമസം അവരാഗ്രഹിക്കും. എല്ലാവരും മാറിക്കഴിയുമ്പോ ആദ്യം വന്നവര് വയസ്സായി മാറിയിരിക്കും. ഒടുവില് എല്ലാവരും പോയിട്ടും അവര് മാത്രമാവും. നനച്ചിരിക്കാതെ അതിലൊരാള് മറ്റേയാളെ വിട്ടങ്ങ് പോവും. അപ്പോഴും മറ്റൊരാള് തനിച്ച് എല്ലാ വേദനകളും ഉള്ളിലടക്കി. അതാണ് ചന്ദ്രു ജീവിതം. വിഷമിക്കാതെ മാധവേട്ട. നോക്ക്, എനിക്ക് മാധവേട്ടനും ഞാനും ഇല്ലേ? നമുക്ക് ഇനി കൂടെ വിട്ട് പറക്കാനാവില്ലല്ലോ. മോൾ ഇറങ്ങിയില്ലേ? നേരെ ഒരുപാടായല്ലോ. ഗോകുൽ ഇറങ്ങിയോ? എന്താ മോളെ, എന്താ നിനക്ക്? ഞാൻ കാരണമല്ലേ അച്ഛനും അമ്മയും. എന്താ മോളെ ഇത്? നീ കാരണം ഇവിടെ ആർക്ക് എന്തു പറ്റിയെന്നാ? ഞാൻ ഹരിതയെ വഴക്ക് പറഞ്ഞതിൽ നിന്നാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം. ഈ വീട്ടിൽ നിന്ന് ആരെയും അകറ്റണമെന്നോ ആരും പിരിഞ്ഞു പോണമെന്നോ ഞാൻ മനസ്സാ വാചാ പോലും കരുതിയതല്ലച്ച. എന്റെ ഭർത്താവിന്റെ അവിവേകത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മോളെ, എന്താ ഇതൊക്കെ? സുമിത്രേ, മാനത്തെ കൊട്ടാ